പത്തനംതിട്ടയിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. മല്ലപ്പള്ളി പാടിമൺ സ്വദേശികളായ വർഗീസ്, ഭാര്യ അന്നമ്മ വർഗീസ് എന്നിവരാണ് മരിച്ചത്. വിശദാംശങ്ങൾ സുജു ടി ബാബു നൽകും. സുജു, എന്താണ് ലഭ്യമാകുന്ന വിവരം? ഈ ഇത്തരത്തിലൊരു ദാരുണമായ വാർത്ത തന്നെയാണല്ലോ രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും അതിന് ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. പത്തനംതിട്ട മല്ലപ്പള്ളി പാടിമണിലാണ് ഈ സംഭവം നടക്കുന്നത്. പാടിമൺ സ്വദേശികളായ വർഗീസ് 78 വയസ്സ്, ഭാര്യ അന്നമ്മ വർഗീസ് 73 വയസ്സ് എന്നിവരെയാണ് വീടിനുള്ളിൽ പൊള്ളയേറ്റ് നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ വർഗീസിന്റെ സഹോദരനാണ് ഇവരെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് വീട് ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് ഈ വൃദ്ധ ദമ്പതികൾ മരിച്ചു എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ആത്മഹത്യയാണെന്നും പോലീസ് സംശയിക്കുന്നു. കാരണം അത്തരത്തിലെ ഒരു തെളിവുകളാണ് പ്രാഥമികമായി പോലീസ് ലഭിച്ചിരിക്കുന്നത്. ഈ വീടിനുള്ളിൽ നിന്ന് കഥകളെല്ലാം കുറ്റിയിട്ട ശേഷം ഇവർ ഈ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് ആത്മഹത്യ ചെയ്തോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതിനും ലഭ്യമായിട്ടില്ല. പോലീസ് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഒരു പ്രാഥമികമായ ഒരു നിഗമനം മാത്രമാണ്. വർഗീസിന് ഭാര്യയും ഈ വീട്ടിൽ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഇവരുടെ മകൻ വിദേശത്താണ്. പെൺമക്കളെ രണ്ടുപേരെയും വിവാഹം കഴിച്ച ശേഷം വീട്ടിൽ താമസിക്കുന്നില്ലായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 6 മണിയോടെ സഹോദരൻ എത്തിയ ശേഷമാണ് ഈ വിവരം പുറത്തറിയുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് മൃതദേഹം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് നടപടികൾക്കായി വീട്ടിൽ നിന്ന്. ശരി, സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.